A speech on the relevance of Gandhian values in this present scenario. It's an important question. There may be a speech, an article, or an essay related with the lesson, and then Gandhi came. സാധാരണ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. എ സ്പീച്ച് ഓൺ ദ റെലവൻസ് ഓഫ് ഗാന്ധിയൻ വാല്യൂസ് ഇൻ ദിസ് പ്രസൻറ്റ് സെനാറിയോ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ? A speech on the relevance of Gandhian values in this present scenario. ഗാന്ധിയൻ വാല്യൂസിൻ്റെ റെലവൻസിനെ കുറിച്ച്, റെലവൻസ് മീൻസ് ഇമ്പോർട്ടൻസ്, ഈ ഒരു പ്രസൻറ്റ് സെനാരിയോ, ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഗാന്ധിയൻ വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു സ്പീച്ച് നടത്താനാണ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആൻസർ. ഓണറബിൾ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, a very warm good morning to one and all. It's my privilege and honor to be here on this auspicious occasion to share a few thoughts on the values of the legendary leader who had a unique way of living and a practitioner of truth, non-violence, tolerance and freedom. നമ്മുടെ സ്പീച്ചിൽ ആദ്യം വേണ്ടത് സല്യൂട്ടേഷനാണ്. അത് നമ്മുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി എഴുതണം. ഇപ്പോൾ ഒരു വിശിഷ്ട അതിഥികളൊക്കെ ഉള്ളൊരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഓണറബിൾ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, സദസ്സിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഡയസ് സ്പെല്ലിംഗ് തെറ്റിക്കരുത്, ശ്രദ്ധിക്കുക. DAIS. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. എ വെരി വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. നെക്സ്റ്റ്, it's my privilege and honor to be here on this auspicious occasion. ഈ ഒരു ഓസ്പീഷ്യസ് ഒക്കേഷൻ, മഹനീയ അവസരം ലഭിച്ചത്, ഓണർ, ഇതൊരു ബഹുമതിയായി ഞാൻ കണക്കാക്കുന്നു. ടു ഷെയർ എ ഫ്യൂ തോട്ട്സ് on the values of the legendary leader who had a unique way of living and a practitioner of truth, non-violence, tolerance and freedom. അതിനുശേഷം ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നല്ലൊരു സെൻറ്റൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോട്ട് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് സെൻറ്റൻസ്. Even as years roll by, the Gandhian principles remain evergreen and have the power to enlighten the world. Gandhiji is still alive in our modern world. Even as years roll by, വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ദ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് റിമെയിൻ എവർഗ്രീൻ, ഇന്നും എവർഗ്രീൻ ആയിട്ട് തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് നിൽക്കുന്നു. ആൻഡ് ഹാവ് ദ പവർ ടു എൻലൈറ്റൻ ദ വേൾഡ്, ലോകത്തെ എൻലൈറ്റൻ ചെയ്യാൻ, പ്രബുദ്ധരാക്കാനുള്ള പവർ ഗാന്ധിയൻ വാല്യൂസിനുണ്ട്. ഗാന്ധിജി ഈസ് സ്റ്റിൽ അലൈവ് ഇൻ അവർ മോഡേൺ വേൾഡ്. ഈ ഗാന്ധിയൻ വാല്യൂസിലൂടെ ഗാന്ധിജി ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. The influence of Gandhiji on the humanity is almost without a parallel. ഗാന്ധിജിക്ക് ഈ ഹ്യൂമാനിറ്റിയിലുള്ള ഇൻഫ്ലുവൻസ്, സ്വാധീനം, അത് നമുക്ക് മറ്റൊന്നുമായിട്ട് പാരലലല്ല, മറ്റൊന്നുമായിട്ട് നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല. As we all know, Gandhiji is one of the greatest men the world has ever seen. He was a true leader of the people and he impressed people with his powerful personality. He always advocated non-violence. Non-violence is the weapon he used to gain freedom to our country. He taught the world a lesson that one can achieve anything through the weapon of non-violence, tolerance and perseverance. Non-violence means അക്രമരാഹിത്യം. അക്രമമില്ലാതെ നമ്മൾ ഫൈറ്റ് ചെയ്യുക. സ്പീച്ചാണ് നമ്മൾ എഴുതുന്നെങ്കിലും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഇപ്പോൾ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ ഇച്ചിരി ലെങ്തി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മെയിൻ ഐഡിയാസ് വാല്യൂ ചെയ്യുന്ന ടീച്ചറിന് പെട്ടെന്ന് അത് ക്യാച്ചി ആകാൻ വേണ്ടിയിട്ട് യു ഷുഡ് റിമെമ്പർ ടു അണ്ടർലൈൻ ദ മെയിൻ ഐഡിയാസ്. ഓക്കെ. Even the might of England could not defeat this naked fakir from India, as Winston Churchill once called him. വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ വിളിച്ചത് ഇങ്ങനെയാണ്, നേക്കഡ് ഫക്കീർ ഫ്രം ഇന്ത്യ. ആ മഹാൻ്റെ മുന്നിൽ ഇത്രയും മൈറ്റി ആയിട്ടുള്ള, ഇത്രയും ശക്തിയുള്ള ഇംഗ്ലണ്ടിന് പോലും അദ്ദേഹത്തെ ഡിഫീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. On the 70th birthday of Mahatma Gandhi in 1939, Albert Einstein wrote about the words and deeds of Gandhiji. Our deeds must be an execution of words. Deeds means actions, നമ്മുടെ പ്രവൃത്തികൾ.
നമ്മുടെ വാക്കുകൾ നടപ്പിലാക്കുന്നതായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ. ഗാന്ധിജി വാസ് ട്രൂ ടു ഹിസ് വേർഡ്സ്. ഹിസ് ലൈഫ് വാസ് ഹിസ് മെസ്സേജ്. ഗാന്ധിജിയുടെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. വി മസ്റ്റ് പ്രാക്ടീസ് വാട്ട് വി പ്രീച്ച്. നമ്മൾ എന്താണോ പ്രസംഗിക്കുന്നത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നടപ്പിലാക്കണം. He was like a beam of light that removed darkness. He emerged from the millions of people and spoke their language. The essence of his teaching was fearlessness and truth. ഗാന്ധിജിയുടെ പഠിപ്പിക്കലിൻ്റെ എസെൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഫിയർലെസ്നെസ്, ഭയമില്ലായ്മയും ട്രൂത്ത്, സത്യവുമായിരുന്നു. Fearlessness means the absence of fear from the mind. Gandhiji wanted to remove fear from the mind of people. Gandhiji was always a symbol of uncompromising truth. സത്യത്തിൻ്റെ കാര്യത്തിൽ ഗാന്ധിജിക്ക് ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. According to Gandhiji, truth differs from person to person. Truth is what one person feels and knows to be true. Dear friends, it's a special occasion for everyone to rededicate to the values of truth, non-violence, harmony, morality, and simplicity. Truth, non-violence, harmony, morality, and simplicity. ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ റീഡെഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു അവസരമാണ് ഇത്. ഗാന്ധിജി influenced millions of people in India. He challenged and resisted the foreign rule. His principal aims were freedom through peaceful means, national unity, solution of minority problems, improvement of the depressed classes, and the ending of untouchability. His principal aims, principal here means main or the important aims were freedom through peaceful means, സമാധാനത്തിലൂടെ സ്വാതന്ത്ര്യം, national unity, സൊല്യൂഷൻ ഓഫ് മൈനോറിറ്റി പ്രോബ്ലംസ്, മൈനോറിറ്റിക്കാരുടെ പ്രോബ്ലംസിനൊരു പരിഹാരം കണ്ടെത്തുക, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ്, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊരു ഇംപ്രൂവ്മെൻറ്റ് നൽകുക, ആൻഡ് ദ എൻഡിങ് ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി മീൻസ് തൊട്ടുകൂടായ്മ, അതിനൊരു എൻഡിങ്, അവസാനം വരുത്തുക. ലൈക്ക് ദിസ് ലെജൻഡ് വി ഷുഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഈവിൾസ് ഇൻ അവർ സൊസൈറ്റി. ലെജൻഡ് മീൻസ് ഇതിഹാസം, ഒരു ഇതിഹാസ പുരുഷനാണ് മഹാത്മാഗാന്ധി. When he died, Nehru said, "The light has gone away from India." The life of Gandhiji served as a beacon of light to guide humanity to a better world. ഗാന്ധിജിയുടെ ജീവിതം ഒരു ബീക്കൺ ഓഫ് ലൈറ്റ്, ഒരു ദീപസ്തംഭമായി ഹ്യൂമാനിറ്റിയെ ഒരു ബെറ്റർ വേൾഡിലേക്ക് നയിച്ചു. Dear friends, like Gandhiji, we should act as a beacon of light to guide our humanity to a better world. He was a model to the cosmos. Cosmos means universe, പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിന് ഒരു മോഡലാണ് ഗാന്ധിജി. He inspired great leaders like Nelson Mandela, Martin Luther King, Barack Obama, and many more people. His dictum is, "An eye for an eye will only make the whole world blind." Dictum എന്ന് പറഞ്ഞാൽ ആപ്തവാക്യം, saying. An eye for an eye, കണ്ണിന് പകരം കണ്ണ് എന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം ചെയ്യുക. That will only make the whole world blind. അത് ഈ ലോകത്തെ ബ്ലൈൻഡ് ആക്കി മാറ്റും. So we should realize the reality of that principle. Gandhian principles help us to reshape the lost morality and regain humanity. Gandhian principles help to reshape the lost morality. Lost morality means നഷ്ടപ്പെട്ട സദാചാര മൂല്യങ്ങളെ റീഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ റീഗെയിൻ ഹ്യൂമാനിറ്റി, നമ്മുടെ ഹ്യൂമാനിറ്റിയെ, മാനവരാശിയെ നേടിയെടുക്കുന്നതിന് വേണ്ടി അത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് നമ്മെ സഹായിക്കുന്നു. As we all know, Gandhian values remain relevant not only in India but the entire world. Gandhian values ഇന്ത്യയിൽ മാത്രമല്ല, to the entire world, ലോകം മുഴുവനും relevant ആണ്. It is rightly said that Gandhiji belongs not only to Indian but to the whole world. ഗാന്ധിജി ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതല്ല, but to the whole world. He is not only of our times but all of
all times and he will continue to have relevance throughout the coming ages. Not only of our times, നമ്മുടെ കാലത്തിന് മാത്രമല്ല, but all times, എല്ലാ കാലത്തിലും, and will continue to have relevance throughout the coming ages. ഇനി വരും കാലങ്ങളിലും ഗാന്ധിയൻ വാല്യൂസ് relevant ആയിരിക്കും. My dear friends, let me conclude my words. It's the high time to take pledge that we will follow the path of Gandhiji. That's the greatest tribute that we can pay to him. So നമുക്ക് സ്പീച്ച് കൺക്ലൂഡ് ചെയ്യാം. ഇറ്റ്സ് ഹൈ ടൈം. ഇറ്റ്സ് ദ ഹൈ ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സമയം. To take pledge that we will follow the path of Gandhiji. That's the greatest tribute that we can pay to him. നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവും ഇതുതന്നെയാണ്. Let us join hand in hand to propagate Gandhian values to the present generation. നമ്മുടെ ഈ തലമുറയ്ക്ക് ഗാന്ധിയൻ വാല്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന്, അത് പ്രചരിപ്പിക്കുന്നതിന് let us join hand in hand. നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം. The great words of Gandhiji echoes in my mind. എൻ്റെ മനസ്സിൽ എക്കോ ചെയ്യുന്ന ആ വേർഡ്സ് ശ്രദ്ധിച്ചേ. Keep your thoughts positive because your thoughts become your words. Keep your words positive because your words become your behavior. Keep your behavior positive because your behavior becomes your habits. Keep your habits positive because your habits become your values. Keep your values positive because your values become your destiny. Thank you. I will give you some more quotes of Gandhiji that you can use in your speech, article or essay. It's the action, not the fruit of the action, that's important. You have to do the right things. It may not be in your power, not be in your time, that there will be any fruit. But that doesn't mean you stop doing the right things. You never know what results come from your action. But if you do nothing, there will be no result. It's not just words. Action expresses priorities. Be the change that you want to see in the world. The future depends on what you do today. The best way to find yourself is to lose yourself in the service of others.